സോ ഇതാണ് ഐക്യുവിൻ്റെ C9S Pro എന്ന സ്മാർട്ട് ഫോൺ. ഒരു 25,000 റുപ്പീസിനകത്ത് ഒരു സ്മാർട്ട് ഫോണിനെ നോക്കുന്ന സമയത്ത് എല്ലാവരും തന്നെ ആദ്യം നോക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഫോൺ കൊള്ളാമോ അല്ലെങ്കിൽ കൊള്ളൂലേ എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ടിലെ ഗ്ലാസിന് വരുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്കോട്ട് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ലെതർ ഫിനിഷിംഗിലുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം നോക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമും ആണ്. സ്മാർട്ട് ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 185 ഗ്രാം ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് IP റേറ്റിംഗ് വരുന്നുണ്ട്, IP64 റേറ്റിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി ഒരു ലെതർ ഫിനിഷിലായതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. അതായത് ആ ഒരു സ്ലിം ആയിട്ടുള്ള ഡിസൈനും ആ ഒരു ലെതർ ഫിനിഷും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ കൈകളിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഒരു കംഫർട്ടബിലിറ്റി ആണ്. ആൻഡ് ഡിസൈൻ നോക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, ഞാൻ റിവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. ഡിസൈൻ നോക്കുന്ന സമയത്ത് വളരെ നല്ലൊരു പ്രീമിയം ഡിസൈൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ പോയാലും നമ്മളൊരു 25,000 റുപ്പീസിനകത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പെട്ടെന്ന് കണ്ടാൽ പറയത്തില്ല. ആക്ച്വലി ഐക്യുവിന്റെ തന്നെ IQ12 എന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. ഐക്യുവിന്റെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ. അതിന്റെ ആ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസൈനിനെ എങ്ങനെയാണോ അതുപോലെ തന്നെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ ആസ്പെക്ട് തന്നെ ഇവിടെയും ഫോളോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ചാണ്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.77 ഇഞ്ചിന്റെ ഒരു AMOLED 3D കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 120 Hz സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു HDR10+ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്ത് 4500 നിറ്റ്സിന്റെ ഒരു ബ്രൈറ്റ്നസ്, ഒരു പീക്ക് ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. വളരെ നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഷാർപ്പ് ആയിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള പാനൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടാലും ഒരു മൂവി കണ്ടാലും നമുക്ക് കംപ്ലീറ്റ്ലി ഇരുന്ന് ഒരു എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഡിസ്പ്ലേ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ്. ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും ആ ഒരു ഡിസ്പ്ലേ, ആ ഒരു കർവ്ഡ് ഡിസ്പ്ലേ വന്നതുകൊണ്ട് തന്നെ വളരെയധികം ഇതിന്റെ ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ആ ഒരു 120 ഹെഡ്സിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, 120 ഹെഡ്സിന്റെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഡാപ്റ്റീവ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് സ്വിച്ചിലാണ് ഇടുന്നതെങ്കിൽ പല ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് 60 ഹെഡ്സിലായിരിക്കും വർക്ക് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി ഒരു 60 ഹെഡ്സിലായിരിക്കും ഇത് വർക്ക് ആവുന്നത്. എന്നാൽ നിങ്ങൾ അത് മാറ്റി ഹൈയിലേക്ക് ആകുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഒരു ഫ്ലൂയിലായുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. കംപ്ലീറ്റ്ലി ഒരു 120 ഹെഡ്സിന്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഹൈ ഇട്ട് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്. ആക്ച്വലി ഒരു ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആയിട്ടും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള സ്മാർട്ട് ഫോണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് എടുക്കുന്നുണ്ട്. ഈവൻ UV ഗ്ലാസ് ഒട്ടിച്ചിട്ട് പോലും വളരെ ക്ലിയർ ആയിട്ട് തന്നെ അത് വർക്ക് ആവുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. ആൻഡ് ഇനി സ്പീക്കേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്ന് നല്ലൊരു സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്ര നല്ലൊരു ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നല്ല രീതിക്ക് തന്നെ സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് സെപ്പറേഷനും കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് ഒരു ഓഡിയോ ബൂസ്റ്റ് എന്നൊരു പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മുടെ നോർമൽ ഓഡിയോനേക്കാളും 300% ആ ഒരു ഓഡിയോനെ എൻഹാൻസ് ചെയ്യും അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്ത് കിട്ടും. ആ ഒരു സമയത്ത് നല്ല രീതിക്കുള്ള ഒരു സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്മാർട്ട് ഫോണും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നല്ലൊരു സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. സ്റ്റിൽ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, എന്നാൽ സൗണ്ട് നല്ലൊരു ഇമേഴ്സീവ് ആയിട്ടുള്ള സൗണ്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിന്റെ പ്ലാറ്റ്ഫോം നോക്കുന്ന സമയത്ത് Android 14 ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ട് ചോയ്സ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 2 ഇയേഴ്സിന്റെ മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റും അതുപോലെ തന്നെ 3 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രോമിസ് ചെയ്യുന്നുണ്ട്. OSന്റെ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി അത്രത്തോളം നല്ലൊരു OS എക്സ്പീരിയൻസ് അല്ല കിട്ടിയത്. അതായത് ഇപ്പോൾ മറ്റുള്ള കമ്പാരിറ്റീവ്ലി മറ്റുള്ള ഫോണുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി റിയൽമിയുടെയൊക്കെ സ്മാർട്ട് ഫോൺ വെച്ചൊക്കെ നോക്കുന്ന സമയത്ത് അത്രത്തോളം ഫ്ലൂയിഡ് ആയിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഓവറുള്ള ആ ഒരു UIയുടെയൊക്കെ ആ ഒരു ലുക്കൊക്കെ നോക്കുന്ന സമയത്തും ഒരു പഴഞ്ചൻ ലുക്കൊക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. UIയിൽ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് തരത്തിൽ വരുന്നുണ്ട്. ആ ഒരു ഹോം സ്ക്രീനിന്റെ കളേഴ്സ് മാറ്റാനും
അതുപോലെ തന്നെ ആ ഒരു ലോക്ക് സ്ക്രീനിന്റെ വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസും കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എങ്കിലും ആ ഒരു UI അത്രത്തോളം നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു UI ആണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. എന്തുകൊണ്ടോ കുറെ കൂടിയൊക്കെ അപ്ഡേറ്റഡ് ആവേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി പെർഫോമൻസ് നോക്കുന്ന സമയത്ത് Qualcomm Snapdragon 7 Gen 3 എന്ന ഒരു പ്രൊസസ്സറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 4 നാനോമീറ്റർ ഒരു ചിപ്സെറ്റ് ആണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വേരിയന്റ് എന്ന് പറയുന്നത് 8GB റാമും 128GB റോമും ആണ്. പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഡെയിലി ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊരു ആപ്ലിക്കേഷനും ആയിക്കോട്ടെ നമുക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് നല്ല ഫ്ലൂയിഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ല, വളരെ ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു തരത്തിലും ലാഗോ അല്ലെങ്കിൽ ഒരു ഗ്ലിച്ച് ആയിട്ട് നിൽക്കുന്നതോ ഒരു കാര്യവും ഇല്ല. എത്ര നേരം വേണോ നമുക്ക് യൂസ് ചെയ്യാം, ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഈവൻ നമ്മൾ ഒരുപാട് നേരം ഇന്റൻസീവായിട്ട് യൂസ് ചെയ്താലും ഹീറ്റും അധികം ആവുന്നില്ല നോർമൽ യൂസിൽ. എന്നാൽ ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊരിക്കലും നമുക്കൊരു എക്സ്ട്രീം ലെവൽ ഓഫ് ഒരു ഗെയിമിംഗ് ഫോൺ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഒബ്വിയസ്ലി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏതൊരു ഗെയിം വേണോ പ്ലേബിൾ ആണ്, കളിക്കാൻ പറ്റുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു റിയൽമി GT6 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, എന്നാലും ചെറിയൊരു എക്സ്പീരിയൻസ് പറയുന്നതാണ്. ജസ്റ്റ് നമ്മൾ PUBG ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടത്തില്ല. നമ്മൾ ഇന്റൻസീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം പ്ലേ ചെയ്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ സ്മാർട്ട് ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇതൊരിക്കലും ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ഒബ്വിയസ്ലി അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു കമ്പാരിസനും അല്ല. ഇതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു IQന്റെ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ചാണല്ലോ. അപ്പോൾ അവർക്കൊരു നോളേജ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇപ്പോൾ PUBGയിൽ കയറി നോക്കുന്ന സമയത്ത് ഗ്രാഫിക്സിൽ HDR എക്സ്ട്രീമും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ സ്മൂത്തിൽ 90 കിട്ടുന്നില്ല, ബട്ട് എക്സ്ട്രീം കിട്ടുന്നുണ്ട്. ഗെയിം പ്ലേയിലൊന്നും അധികം ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. വളരെ ഫൈൻ ആയിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇരുന്ന് ഗെയിം പ്ലേ ഒരുപാട് നേരം ഗെയിം പ്ലേ ചെയ്താൽ പോലും ഒരു ഓവർ ഹീറ്റ് എന്ന ലെവലിലോട്ട് പോകുന്നില്ല. ആ ഒരു ബാക്കിൽ ലെതറൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു ഓവർ ഹീറ്റിംഗ് ആയി എന്ന് നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. സോ ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഗെയിം പ്ലേയും എക്സ്പീരിയൻസും ഒക്കെ വരുന്നത്. ആൻഡ് ഓൾസോ സ്റ്റോറേജ് നോക്കുന്ന സമയത്ത് UFS 2.2 ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുന്ന സമയത്ത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്, എന്നാലും ആ ഒരു UIയിൽ മൊത്തത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്തോ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഓഫാണ്. അതേസമയം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5G സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ Wi-Fi 6 NFC സപ്പോർട്ട് വരുന്നില്ല. അതേസമയം Bluetooth 5.4ഉം USB Type-C 2.0 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ നോക്കുന്ന സമയത്ത് 50 മെഗാ പിക്സലിന്റെ സോണിയുടെ IMX882 എന്ന ഒരു സെൻസറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിന്റെ വെറുതെ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ക്യാമറ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറ ഡേ ലൈറ്റിൽ വളരെ നല്ല ഇമേജസ് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും വളരെ ക്രിസ്പ് ആയിട്ടുള്ള ക്വാളിറ്റിയും കളേഴ്സും തന്നെ ആ ഒരു ഡേ ലൈറ്റിൽ ആ ഒരു ഫോട്ടോസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഒരു കുറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് പറയാനായിട്ടില്ല. നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്നാൽ ലൈറ്റ് കുറച്ച് കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി 6:30 സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ HDR ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാർക്കിനായിട്ടുള്ള ഏരിയനെ ബ്രൈറ്റ് ആക്കാനായിട്ട് നോക്കും. ഈ ഒരു സമയങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ഷാഡോ ഒക്കെ വരുന്ന സമയങ്ങളിൽ ഇതിങ്ങനെ ബ്രൈറ്റ് ആക്കുന്ന സമയത്ത് ഇതിന്റെ വൈറ്റ് ബാലൻസ് മൊത്തത്തിൽ ഒരുമാതിരി മജന്ത കളർ പിടിച്ച് കണക്കായി പോകും. ഇത് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ഓവറോൾ ലുക്കിനെ തന്നെ നല്ല രീതിക്ക് തന്നെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈമറി ക്യാമറയിൽ കുറച്ച് ബാഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയത്. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ നല്ല നൈറ്റിലാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ പോലും പ്രിവ്യൂവിൽ അത്യാവശ്യം നല്ല ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കാണും. എന്നാൽ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഒരു പ്രോസസ് ഒക്കെ ചെയ്തു വരുന്ന സമയത്ത് ഈ ഗ്രെയിൻസ് എല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടും. സോ നൈറ്റിലും വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഇനി അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡിനെ ഞാൻ ഒരു സ്മാർട്ട് ഫോണിലും നല്ല രീതിക്ക് പറയുന്നതല്ല. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് എങ്ങനെയാണോ പ്രൈമറി ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴുള്ള കളേഴ്സ് അതിനെ അതുപോലെ തന്നെ എക്സാക്ട്ലി അതുപോലെ തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു അൾട്രാ വൈഡിലും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ആ ഒരു 8 മെഗാ പിക്സലിന്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എന്നാലും കളേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇമേജ് നമ്മൾ അൾട്രാ വൈഡ് എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല അൾട്രാ വൈഡ് ആണ്, ഒരു പ്രശ്നവും ഇല്ല എന്ന് തന്നെ നമുക്ക് തോന്നും. കാരണം ഇതിന്റെ ഇമേജ് പ്രോസസ്സിംഗ് അതിനെ ആ ഒരു കളേഴ്സിനെ കറക്റ്റ് ആയിട്ട് തന്നെ
മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് ഒരു 16 മെഗാ പിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നതെന്ന് എനിക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. ഈവൻ കളേഴ്സിന്റെ കാര്യത്തിലായിരുന്നാലും ഡേ ലൈറ്റിലായിരുന്നെങ്കിൽ പോലും നമ്മളെ കളേഴ്സിന്റെ കാര്യത്തിലായിരുന്നാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായിരുന്നാലും ഭയങ്കര രീതിക്ക് അല്ലെങ്കിൽ ഒരുമാതിരി ആവറേജ് ഒരു ബിലോ ആവറേജ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഷാർപ്നെസ് നോക്കുന്ന സമയത്തും ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്തും ഭയങ്കരമായിട്ട് ലോ ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് ഇനി നിങ്ങൾ നൈറ്റിലാണ് സെൽഫി ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ടെറിബിൾ ആണ്. കാരണം ഇതിന്റെ ഇമേജ് പ്രോസസ്സിംഗ് നോക്കുന്ന സമയത്ത് നൈറ്റിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിന് മാത്രമേ എക്സ്പോഷർ ചെയ്ത് നിർത്തിയേക്കും. ഒരുമാതിരി നമ്മളൊരു ഇമേജിനെ കൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത കണക്കൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടിയിട്ടുള്ളത്. ആൻഡ് വീഡിയോസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് വലിയൊരു ബഗ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ കാണിച്ചിരിക്കാം. ഇപ്പോൾ വീഡിയോ മോഡ്, ഇപ്പോൾ ഫോട്ടോ മോഡിൽ നിന്ന് നമ്മൾ വീഡിയോ മോഡിലേക്ക് പോകുന്ന സമയത്ത് മൊത്തത്തിൽ അങ്ങ് ഇരുണ്ട് പോവുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ഡാർക്ക് ആയിട്ട് പോവുകയാണ്. കുറച്ചെങ്കിലും ഇരുണ്ട ഒരു സ്ഥലം കൂടിയാണെങ്കിൽ നമുക്ക് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അത് ഒബ്വിയസ്ലി അതൊരു ബഗ്ഗാണ്. അതെന്തായാലും നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഇതിന്റെ ക്യാമറ ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കിടപ്പുണ്ട് ഇതിന്റെ അകത്ത്. അത് വരുന്ന സമയത്ത് എന്തായാലും അപ്ഡേറ്റിലൂടെ അത് മാറി കിട്ടും. സോ ഞാൻ വീഡിയോയിൽ കണ്ട ഫസ്റ്റത്തെ ഒരു ബഗ് അതാണ്. നമുക്ക് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. ക്ലിയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ റിസൾട്ട് ഇവിടെ കാണിച്ചിരിക്കാം, നിങ്ങൾക്ക് ഒന്നും തന്നെ കാണാനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ അകത്തുള്ള പ്രോ മോഡിലേക്ക് പോയതിനു ശേഷം വീഡിയോ മോഡ് എടുത്താൽ മതി. അതിൻ്റെ അകത്ത് എല്ലാം ഓട്ടോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഷട്ടർ സ്പീഡൊക്കെ ഓട്ടോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇതുപോലെ ക്ലിയർ ആയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വീഡിയോ എടുക്കാനായിട്ട് പറ്റും. സോ ഞാൻ മെയിൻലി കണ്ടൊരു ബഗ് അതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു പ്രോ മോഡിലിട്ടാണ് ഞാൻ എടുത്തത്. എന്നാലും ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വളരെ നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ്. ഈവൻ നമുക്ക് ആ ഒരു OSും കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റിൽ വീണ്ടും ആ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഡീറ്റെയിൽസിന്റെ കാര്യത്തിലായിരുന്നാലും കളേഴ്സിന്റെ കാര്യത്തിലായിരുന്നാലും ഈവൻ നിങ്ങളിപ്പോൾ റെസൊല്യൂഷൻ നോക്കുന്ന സമയത്ത് 1080p ഉള്ളൂ, 30 FPS നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഈവൻ അതിൽ പോലും നമുക്ക് ഒരു തരത്തിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ ഫീച്ചേഴ്സോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പോർട്രേറ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ല കിഡിലും ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ അകത്ത് 2x എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. തെറ്റിദ്ധരിക്കില്ല, അതൊരു ഡിജിറ്റൽ സൂം ആണ്. എങ്കിൽ പോലും ആ ഒരു ഡിജിറ്റൽ സൂമിൽ നിന്ന് എടുക്കുന്ന പോർട്രേറ്റ്സ് ആയിരുന്നെങ്കിൽ പോലും നല്ല കിഡിലും ഫോട്ടോസ് ഇതിന്റെ അകത്ത് നിന്ന് കിട്ടും. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ നല്ല ലൈറ്റിലുള്ള സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഡേ ലൈറ്റ് സമയങ്ങളിലൊക്കെയാണ് പോയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കിഡിലെ ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ മോഡ് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രോ മോഡ് ഉപയോഗിച്ച് തന്നെ മാക്സിമം ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെ ലെവൽ ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാനായിട്ട് പറ്റും. പ്രോ മോഡ് ഉപയോഗിക്കാൻ അറിയാവുന്നവർ ഉറപ്പായിട്ടും അത് തന്നെ ഉപയോഗിച്ച് നോക്കുക. കുറച്ച് പ്രോ മോഡ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം നിങ്ങളുടെ ക്യാമറയെ യൂട്ടിലൈസ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ക്യാമറ എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് ഇനി ബാറ്ററി നോക്കുന്ന സമയത്ത് 5500 mAh ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ബാക്കപ്പ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഒരു ഡേ അല്ലെങ്കിൽ ഒരു 1 day കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങുന്ന ജേർണി ഒരു വൈകുന്നേരം 8 മണിയാവുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്ത് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ചാർജിങ്ങിനായിട്ട് 80 വാട്ടിന്റെ ചാർജർ ബോക്സിൽ തന്നെ കിട്ടുന്നുണ്ട്, വിച്ച് ഈസ് ഓൾസോ ഗുഡ്. നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂറിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ്ലി ചാർജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും പറ്റും. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് കംപ്ലീറ്റ്ലി പറയാനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 25,000 റുപ്പീസിന്റെ പ്രൈസ് റേഞ്ച് എടുത്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാ ഒരു ആസ്പെക്റ്റും കടന്നു പോകുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നല്ലൊരു പ്രീമിയം ഡിസൈൻ കൊടുക്കുന്നുണ്ട്, നല്ലൊരു പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നോക്കുന്ന സമയത്തും പ്രൈമറി ക്യാമറ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ എല്ലാ സ്പെക്കും കൂടി നോക്കുന്ന സമയത്ത് ഒരു ഓൾറൗണ്ട് സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 25,000 റുപ്പീസിൻ്റെ അകത്ത് ഒരു ഓൾറൗണ്ട് സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എനിവേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ അകത്ത് ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമല്ല ചീത്ത കാര്യങ്ങളും ഞാൻ എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.